ദ ജേർണലിസ്റ്റിലേക്ക് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ ഏറ്റവും അധികം സന്തോഷിച്ചത് കേരളത്തിൽ BJP ആയിരിക്കും, അല്ലെങ്കിൽ സംഘപരിവാറായിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. കോൺഗ്രസ് നേതാക്കളെക്കാളും വി ഡി സതീശനെ പിന്തുണച്ച പൊതുജനങ്ങളെക്കാളും മറ്റാരെക്കാളും കേരളത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് BJPയുടെ ആവശ്യമായി മാറിയിരുന്നു ഏറ്റവും ഒടുവിൽ. അതിന് കാരണം വി ഡി സതീശൻ ഒരു സംഘപരിവാറുകാരനായതുകൊണ്ടല്ല, മറിച്ച് ഇനി അങ്ങോട്ടുള്ള 5 വർഷക്കാലം BJPക്ക് അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റിത്തെളിയാൻ ഉതകുന്ന വിധത്തിലേക്ക് പൊടുന്നനെ വി ഡിയുടെ വരവോടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മാറി മറിഞ്ഞിരിക്കുന്നു. അതെ, മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഉയർത്തിക്കാട്ടി കേരളം ഒരു ഇസ്ലാമിക തീവ്രവാദ ഭീകര രാജ്യമായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്, ഒരു പ്രത്യേക സ്റ്റേറ്റായി മാറുകയാണ് എന്ന നിലയിൽ വ്യാപകമായ ക്യാമ്പയിനുകൾ BJP ആരംഭിച്ചിരിക്കുകയാണ്. ഇത് കേവലം നമ്മൾ വളരെ ചെറിയൊരു വിഷയമെന്ന നിലയിൽ തള്ളിക്കളയേണ്ട ഒന്നല്ല. ഇത്തരത്തിൽ തന്നെയാണ് ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ നിരന്തരമായി BJP ക്യാമ്പയിനുകൾ ആരംഭിച്ചിരുന്നത്. ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇസ്ലാമിക സ്റ്റേറ്റാക്കി പശ്ചിമ ബംഗാളിനെ മാറ്റാൻ നിരന്തരമായി പണിയെടുക്കുന്ന മമത എന്ന നിലയിലാണ് മമതയ്ക്കെതിരെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, അതായത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല, അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം മുതൽ BJP ക്യാമ്പയിനുകൾ ശക്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ ആ സംസ്ഥാനം BJP പിടിച്ചെടുക്കുകയും മമതാ ബാനർജി ഉൾപ്പെടെ തൃണമൂൽ പ്രവർത്തകരെ തല്ലി ഓടിക്കുകയും അടിച്ച് മൂലക്കിരുത്തുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ കൃത്യമായ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുക. അപ്പോൾ BJP ബംഗാളിൽ പയറ്റി തെളിഞ്ഞ് വിജയിച്ച സ്ട്രാറ്റജിയുടെ മറ്റൊരു രൂപമാണ് കേരളത്തിൽ അവർ തുടക്കം മുതലേ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇത് വെറുതെ നമ്മൾ ചിരിച്ച് തള്ളിക്കളയേണ്ട ഒരു വിഷയമോ, അല്ലെങ്കിൽ BJPയെ കൊണ്ട് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സ്ഥിരം ഡയലോഗ് അടിച്ച് മിണ്ടാതിരിക്കേണ്ട വിഷയമോ അല്ല. കാരണം BJPക്ക് കേരളം വഴങ്ങുന്ന സംസ്ഥാനമാണ് എന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും തെളിയിച്ചിട്ടുണ്ട്. 3 സീറ്റുകളാണ് BJP വിജയിച്ചു കയറിയത്. അത് CPMൻ്റെ കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ LDFൻ്റെ കൈവെള്ളയിലിരുന്ന സീറ്റുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ CPM ക്ഷയിക്കുമ്പോൾ BJP വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈന്ദവ വോട്ട് ബാങ്ക് വ്യാപകമായി BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ പലരും പറയും BJP ഒരു ഹിന്ദു പാർട്ടിയാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPMൻ്റെ തകർച്ച എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CPMന് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയിലൊക്കെ CPMന് വലിയ തകർച്ചയുണ്ടാകുന്നു, വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ BJP ജയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉറപ്പിച്ചോളൂ, ഹിന്ദു വോട്ട് ബാങ്ക് CPMനെ ഉപേക്ഷിച്ച് BJPയിലേക്ക് കാര്യമായി തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതാണ്ട് 30-ലധികം മണ്ഡലങ്ങളിൽ 30,000-ലധികം വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും അകറ്റി നിർത്തപ്പെടേണ്ട, ഒഴിവാക്കി നിർത്തപ്പെടേണ്ട ഒരു പ്രസ്ഥാനമല്ല BJP എന്നവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അതുകൊണ്ട് തന്നെ സ്ഥിരം ഡയലോഗുകൾ, കേരളത്തിൽ താമര വിരിയില്ല, കേരളം സംഘികളെ ചവിട്ടി പുറത്താക്കും, സംഘികൾ കേരളത്തിലൊരു പുണ്ണാക്കം ചെയ്യില്ല, ഈ വക ഡയലോഗുകളൊക്കെ എടുത്ത് അട്ടത്ത് വെച്ചിട്ട് വേണം BJP നടത്തുന്ന രാഷ്ട്രീയ പരീക്ഷണങ്ങളെ നോക്കിക്കാണാൻ. നോക്കുക ഒരു വാർത്ത. വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി പദം മണിക്കൂറുകൾക്കുള്ളിൽ BJP കേരളം പോസ്റ്റ് ചെയ്തത് 5 മുസ്ലിം വിദ്വേഷ പോസ്റ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പേജിൽ പോസ്റ്റുകൾ വരുന്നതിനേക്കാൾ വേഗത്തിൽ BJPയുടെ IT സെൽ ഉണർന്ന് പ്രവർത്തിച്ചു. സകല ഇടങ്ങളിലും സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ആണ് എന്ന നിലയിലേക്ക് വലിയ തോതിൽ പ്രചാരണങ്ങൾ നടത്തി. നോക്കുക, ബ്രേവ് ഇന്ത്യ ന്യൂസിൽ വന്നിട്ടുള്ളൊരു വാർത്ത. അത് ഡോക്ടർ KS രാധാകൃഷ്ണൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളം മുസ്ലിം തീവ്രവാദികളുടെ ഭരണത്തിലേക്ക് സതീശനെ നിശ്ചയിച്ചത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾ എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ബംഗാളിലൊക്കെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികളായിട്ടുള്ള ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള മുസ്ലിങ്ങൾ കുറേയേറെ മമതയുടെ, ലക്ഷക്കണക്കിന് മമതയുടെ ഭരണത്തിന് മേൽ ഇവിടേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട്. ഇവർ രാജ്യവിരുദ്ധരാണ്, ഇവരാണ് മമതയുടെ ഭരണം തീരുമാനിക്കുന്നത് എന്ന നിരന്തരമായ ക്യാമ്പയിൻ നടത്തിയാണ് ബംഗാളിലെ ഹൈന്ദവ വിഭാഗത്തെ BJP പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്ത് അവരുടെ കൂടെ കൂട്ടുകയും അതൊരു വലിയ വിജയത്തിലേക്ക് അവിടെ പോവുകയും ചെയ്തത്. അപ്പോൾ ഏതാണ്ട് സമാനമായ, എന്നാൽ ചില ഭേദഗതികളോടുകൂടിയുള്ള
ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള ഒരു പരീക്ഷണമാണ് ബി ജെ പി വി ഡി സതീശൻ്റെ ഭരണത്തിന് പിന്നാലെ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിന് പിന്നാലെ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതിലെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധത്തിൽ തൊടുപുഴയിലെ ചില ലീഗുകാർ വിളിച്ച മുദ്രാവാക്യവും ഇപ്പോൾ ബി ജെ പി വലിയ തോതിൽ ആഘോഷിക്കുന്നത്. നോക്കുക, അവില് മലരെ കുന്തിരിക്കമെന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പോപ്പുലർ ഫ്രണ്ട് വിളിച്ച ആ അവിലും മലരും കുന്തിരിക്കവും എടുത്തു വെച്ചോ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ കൂടി മുസ്ലിം ലീഗുമായി കൂട്ടിക്കെട്ടി. അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആ മുദ്രാവാക്യം അവിലെ മലരെ കുന്തിരിക്കുമെന്നൊക്കെ പറഞ്ഞ് RSSകാരെ വധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊലവിളി മുദ്രാവാക്യം, ആ നിരോധിത രാജ്യവിരുദ്ധ സംഘടനയുടെ ആളുകൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യത്തിലെ വരികൾ ഈ മുസ്ലിം ലീഗുമായി ചേർത്ത് കെട്ടിക്കൊണ്ട് ഇതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദുക്കൾക്ക് എന്ന ഒരു കൃത്യമായ പ്രചാരണമാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നോക്കുക, പല കാർഡുകൾ വരുന്നത് നോക്കൂ. ലീഗ് പറയും നിയമം, ലീഗ് ഭരിക്കും കേരളം, പെരുന്നയിലുള്ള ഒരു നായരെ വെള്ളാപ്പള്ളി തെമ്മാടി ലീഗിന് നേരെ കുറയ്ക്കല്ലേ, മതേതര പാർട്ടിയുടെ മതേതര മുദ്രാവാക്യം. അതായത് കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു മതനിരപേക്ഷതയല്ല, അല്ലെങ്കിൽ മതനിരപേക്ഷ ഭരണകൂടമല്ല, മുസ്ലിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തീവ്രവാദികളും കൈയാളുന്ന ഒരു ഭരണമാണ് നടക്കുന്നത് എന്ന നിലയിലേക്ക് ഇനിയുള്ള പ്രചാരണങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി ജെ പിയുടെ നീക്കമെന്ന് ഇതോടകം വ്യക്തമായിരിക്കുകയാണ്. ഇത് കൃത്യമായി പ്രതിരോധിച്ചില്ല എങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ ബി ജെ പി കേരളത്തിൽ കൃത്യമായി വേരൂന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കാര്യമായ മുന്നേറ്റം 30, 40, 50 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. വളരെ ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമേ 10,000-ന് താഴേക്ക് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് പോയിട്ടുള്ളൂ. 30,000-ന് മുകളിലേക്ക് എത്ര മണ്ഡലങ്ങളിലുണ്ട് എന്നുള്ളത് എടുത്തു നോക്കുക. അപ്പോൾ ബി ജെ പി കേരളത്തിൽ പതുക്കെ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനിയും ഈ പറയുന്നത് പോലെ ബി ജെ പിക്ക് ഇവിടെ സ്പേസ് ഇല്ല, കാവിക്കൊടി ഇവിടെ പാറില്ല, ഇവിടെ ബി ജെ പി ഒരിക്കലും വളരില്ല എന്ന് പറയുന്നവരെ വിഡ്ഢികളാണെന്ന് പറയേണ്ടി വരും. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് വേണമെന്ന് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യാൻ. ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഒക്കെ ചേർന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു എന്നത് ഗതികെട്ടൊരവസ്ഥയാണ് ഹിന്ദുക്കളെ എന്നാണ് ബി ജെ പി ആവർത്തിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, വലിയ തോതിലുള്ള ചിന്തകളിലേക്ക് ഇക്കാര്യങ്ങൾ മാറും. അങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായൊരു വലിയ സാഹചര്യം 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കും. 2031 അങ്ങനെയെങ്കിൽ ബി ജെ പി ഇവിടെ ഭരിക്കും. ബംഗാൾ മോഡലിനേക്കാളും ശക്തമായ രീതിയിൽ ബി ജെ പി ഇവിടെ ഭരിക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു കൺസെപ്റ്റ്. ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ 2031 ബി ജെ പി ഇവിടെ ഭരിക്കുമെന്ന് കൃത്യമായി, ബി ജെ പി ആയിരിക്കും 2031 മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വലിയ ക്യാമ്പയിനാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ്, ഇത് ബി ജെ പി വ്യാപകമായി ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. തൊടുപുഴയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൻ്റെ ആഘോഷ പ്രകടനം നടന്നു. പക്ഷേ പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസ് അല്ല, മുസ്ലിം യൂത്ത് ലീഗാണ്. ഈ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങളാണിത്. ആരാടാ ഈ വെള്ളാപ്പള്ളി, ഏതവനാടാ സുകുമാരൻ, കണ്ടോടാ ഇത് കണ്ടോടാ, ലീഗാടാ ഇത് ലീഗ്, ലീഗ് ഭരിക്കും കേരള മണ്ണിൽ ലീഗ് പറയും നിയമങ്ങൾ, ലീഗ് ഭരിക്കും കേരള മണ്ണിൽ ലീഗ് പറയും നിയമങ്ങൾ, പെരുന്നയിലുള്ള ഒരു നായരെ, ആലപ്പുഴയിലെ വെള്ളാപ്പള്ളി, വല്ലാണ്ടങ്ങ് ചൊറിയല്ലേ, ലീഗാടാ ഇത് ലീഗാടാ, പാണക്കാട്ടെ ലീഗാടാ, ലീഗ് ഭരിക്കും കേരള നാട്ടിൽ ലീഗ് പറയും നിയമങ്ങൾ. ഇതുതന്നെയാണ് NSS SNDP നേതാക്കളും പറഞ്ഞത്. വി ഡി സതീശൻ മുസ്ലിം ലീഗ് നോമിനിയാണെന്നും ഇനി അങ്ങോട്ട് കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗ് ആണെന്നും എന്നിട്ട് അതേ കാര്യം വിളിച്ചു പറഞ്ഞ് പ്രകടനം നടത്തി അവരെ തെറി പറയുന്നു. കോൺഗ്രസിൻ്റെ സെക്യുലർ ഹിന്ദു കഴുതകളുടെ സൂക്കേട് മാറിക്കിട്ടാൻ ഇത് ഉപകരിക്കും. ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയൂ, ഇവർ ഹിന്ദുക്കളെ പറ്റിക്കുകയാണ്, മുസ്ലിം ഭരണമാണ് ഇവിടെ വരുന്നത്. ആ നിലയിലൊക്കെയുള്ള ഒരുപാട് പോസ്റ്റുകൾ. പാണക്കാട് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പാണക്കാടാണ്, പച്ചയിട്ട പാണക്കാട്. മുസ്ലിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്, മുസ്ലിം മതവിഭാഗത്തിന് കൺട്രോളിലേക്ക് കേരളത്തിലെ ഭരണം പോകുന്നു, കേരളം തകരാൻ പോവുകയാണ്, ജനങ്ങളെ നിങ്ങൾ രക്ഷിക്കാൻ ഇവിടെ ബി ജെ പി മാത്രമേ ഉള്ളൂ, സംഘപരിവാറാണ് ഏകപ്പം വഴി, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരൂ. ഇതാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പി ഇവിടെ നടത്തുന്ന ക്യാമ്പയിൻ്റെ അന്തിമ വാക്ക് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ. അതായത് ഇസ്ലാമിക തീവ്രവാദ ഭരണത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഞങ്ങൾ ബി ജെ പി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരേ സ്വഭാവത്തിലുള്ള ഒരേ തരത്തിലുള്ള നിരവധി പോസ്റ്റുകൾ, നിരവധി എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് പോസ്റ്റുകൾ ഒരേ സമയം വിവിധ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും പറന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുക, കുറിച്ചു വെച്ചോ, ഇത് മിക്കവാറും കോൺഗ്രസിൻ്റെ അവസാന ഭരണമായിരിക്കും.
കാരണം പണ്ടും UDF അധികാരത്തിൽ വന്നാൽ ലീഗ് കോൺഗ്രസിന് ഹൈജാക്ക് ചെയ്യും, ലീഗിൻ്റെ വകുപ്പ് പണം വാങ്ങി തൂക്കി വിൽക്കും. ഇത്തവണ 10 കൊല്ലം കഴിഞ്ഞാണ് അധികാരത്തിൽ വരുന്നത്. അതിനാൽ ലീഗ് അണികൾ കണച്ചുകൂട്ടാവുന്ന സകല തെമ്മാടിത്തരവും കാണിക്കും. ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന തീവ്രവാദം മറനീക്കി പുറത്തു വരും. SDPI PFI ഒക്കെ തലപൊക്കും. സതീശൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മുതലെടുക്കാൻ മറുവശത്ത് BJP കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നു. ലീഗിൻ്റെ അപ്രമാദിത്വം ക്രിസ്ത്യൻ സഭകൾക്ക് ഇഷ്ടമാകില്ല. ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കും. അതിൻ്റെ ഗുണം അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടും BJPക്ക് എന്നാണ് പോസ്റ്റുകൾ പറയുന്നത്. ഈ രീതിയിലുള്ള നിരവധി പോസ്റ്റുകളാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹൈന്ദവ വിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതലായ ആളുകൾ BJPയിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. പ്രാഥമികമായി കേരളത്തിൽ ഒരു അടിത്തറയുണ്ടാക്കുന്നതിൽ BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി വിജയിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ രീതിയിലാണ് BJP കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ അത് BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമെന്നതിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. കാരണം കേരളം BJPക്ക് ബാലികേറാമലയാണ് എന്ന വാദമൊക്കെ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു. വിചാരിച്ചാൽ BJPക്ക് ഇനിയും വലിയ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിലും എനിക്കൊരു സംശയവുമില്ല. ആ നിലയിലേക്ക് കേരളത്തിൻ്റെ മണ്ണ് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ VD സതീശനും മുസ്ലിം ലീഗും UDFും ഒക്കെ കരുതലോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ അത് BJPക്ക് വലിയ അവസരങ്ങളായിരിക്കും തുറന്നിടുക. അതിൽ ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല.